നിൻ്റെ പരിശുദ്ധ നാമത്തിന് എന്നും എല്ലായിടത്തും മഹത്വം ഉണ്ടാവട്ടെ. പിതാവേ, അവിടുത്തെ പ്രിയപുത്രൻ്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ഞങ്ങൾക്കായി നീ നേടിത്തന്ന രക്ഷയെ ഓർത്ത് നിനക്ക് സ്തോത്രം. ഈ ലോക ജീവിതം കഴിക്കുമ്പോൾ നിൻ്റെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ തക്കവണ്ണം നിൻ്റെ ആത്മാവിൻ്റെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നീ നിറയ്ക്കണേ. അവിടുത്തെ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ദൈവമേ, ഞങ്ങളുടെ ജീവിതം വളരെ ഹ്രസ്വമാണെന്നും ഈ ലോക ജീവിതത്തിന് ശേഷം ഞങ്ങളെ കാത്തിരിക്കുന്ന നിത്യമായ നിൻ്റെ രാജ്യമുണ്ടെന്നും ഞങ്ങളെ നീ കൂടെ കൂടെ ഓർമ്മിപ്പിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ജാഗ്രതയോടെ ആയിരിക്കാൻ, വിവേകത്തോടെ കഴിപ്പാൻ നിൻ്റെ വചനം ഞങ്ങളെ സഹായിക്കട്ടെ. കർത്താവേ, എല്ലാ പ്രതികൂലങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുന്നവനെ, നിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ നിന്നോട് ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സകല പരിശുദ്ധന്മാരിലും ശുദ്ധമതികളിലും സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചുമക്കളെ, കഴിഞ്ഞ ദിവസം പുറപ്പാട് ഗ്രന്ഥം 33-ാം അധ്യായം 15, 16, 17 തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്, ധ്യാനിച്ചത്. മോശയുടെ പ്രാർത്ഥന, നീ എൻ്റെ കൂടെ വരികയില്ലെങ്കിൽ ഞാൻ ഒരിടത്തും പോവില്ല. നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലം. നീ എൻ്റെ കൂടെ വന്നാലേ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാകൂ. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും എന്ന് നാം ഇന്നലെ കേട്ടു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. കർത്താവിനെ മഹത്വപ്പെടുത്താത്തവരിൽ നിന്ന് കർത്താവിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ ഞാൻ നിങ്ങളോടും ചേർന്നിരിക്കും. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. നീ നിൻ്റെ ദൈവത്തെ കാര്യമായിട്ടെടുക്കണം. അപ്പോൾ ദൈവം നിന്നെ കാര്യമായിട്ടെടുക്കും. തമ്പുരാനാണ് ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവെന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊന്നിനെയും മറ്റാരെയും അത്രമേൽ പരിഗണിക്കേണ്ടതില്ലെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കാൻ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. നിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ആരും നിന്നെ സ്നേഹിക്കാതിരിക്കുമ്പോഴും നിൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറം നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് കർത്താവ് ഇന്നലെ നമ്മളെ അനുസ്മരിപ്പിച്ച്. മോശയുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് കൊടുത്ത മറുപടി അതായിരുന്നു, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, അറിയുമ്പോഴും എനിക്ക് നിന്നെ വല്ലാണ്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് മോശേ, ഞാൻ നിൻ്റെ കൂടെ വരും. പുറപ്പാട് 33-17.
എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. അറിയുമ്പോഴും എനിക്ക് നിന്നെ വല്ലാണ്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ കാണും. ബലഹീനനായ മോശ, ഇടർച്ചകളുടെ മനുഷ്യൻ, ദൗർബല്യങ്ങളുടെ കൂടാരം, കർത്താവിൻ്റെ നിറസാന്നിധ്യത്തിൽ ശക്തിപ്പെട്ടത് അങ്ങനെയെന്ന് ഇന്നലെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിച്ചു. ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 41 മുതലുള്ള വചനഭാഗമാണ്. ഈ വചനത്തിൻ്റെ ആരംഭം ലൂക്കാ 12-ാം അധ്യായം 35 മുതലാണ്. ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 35 മുതലുള്ള വചനം. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിപ്പിൻ. അച്ഛൻ്റെ ബൈബിളാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിപ്പിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ വാതിൽ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിപ്പിൻ. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവനെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. 35-ാമത്തെ വചനം, ആ വചനത്തിൽ പറഞ്ഞ കാര്യം കർത്താവ് ആവർത്തിക്കുന്ന ഭാഗമാണ് 41 മുതലുള്ള വചനം. 41-ാമത്തെ വചനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? ബഹുമാനപ്പെട്ട അച്ഛൻ വായിച്ചതിൽ ട്രാൻസ്ലേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ശമയോൻ പത്രോസ് ചോദിക്കണു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? മക്കളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വഴിയുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ഗോസ്പൽ ഓഫ് ദി വേ, വഴിയുടെ സുവിശേഷം. കാരണം ലൂക്കാ സുവിശേഷകൻ ക്രിസ്തു സംഭവം വിവരിക്കുന്നത് യേശുവിൻ്റെ നിരന്തരമായ ഒരു യാത്രയുടെ പശ്ചാത്തലത്തിലാണ്. ജീസസ് ഈസ് വാക്കിംഗ് ഫ്രം ഗലീലി ടു ജെറൂസലേം. ആ പോണ വഴിയിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വചന ശുശ്രൂഷകളും ഒക്കെ സംഭവിക്കുന്നത്. കർത്താവ് ഇങ്ങനെ നടക്കുകയാണ്. ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിൻ്റെ സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒത്തിരിയുണ്ട്, ഞാൻ പ്രത്യേകമായിട്ട് പറയണില്ല. അതുകൊണ്ട് ഈ സുവിശേഷം അറിയപ്പെടുന്നത് വഴിയുടെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ദി വേ എന്നാണ്. അപ്പം കർത്താവ് അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കണം ഈ 35-ാമത്തെ വചനം പറഞ്ഞത്. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കണം. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് വന്ന് മുട്ടുന്ന ഉടനെ വാതിൽ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കണം. 41-ാമത്തെ വചനം പത്രോസ് ചോദിക്കണു, നീ ഈ ഉപമ പറയണത് ഞങ്ങൾക്ക് വേണ്ടിയാണോ? അച്ഛൻ മനസ്സിലാക്കണത് എങ്ങനെയാണ്? ആ സമയം ചിലപ്പോൾ വൈകുന്നേരം വീട്ടിൽ കയറിയ നേരമായിരിക്കാം. കഞ്ഞിയൊക്കെ കുടിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കണ നേരത്ത് പത്രോസ് കൈവക്കി, കർത്താവേ, ഒരു ഡൗട്ടുണ്ട്. എന്താണ്? വഴിയിൽ വെച്ച് നീ എന്തോ പറഞ്ഞല്ലോ, അരമുറുക്കണം, വിളക്ക് കത്തിക്കണം. തന്നെ നമുക്കിട്ട് താങ്ങിയതാണോ അതോ മൊത്തത്തിലിട്ട് കൊട്ടിയതാണോ? പത്രോസിൻ്റെ ചോദ്യം. നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? നമുക്കിട്ടുള്ള താങ്ങാണോ അതോ മൊത്തത്തിലിട്ടുള്ള വെടിയാണോ? പത്രോസിൻ്റെ ചോദ്യമാണത്. നമ്മളോട് പറഞ്ഞതാണോ അതോ പൊതുവായിട്ട് പറഞ്ഞതാണോ? അപ്പോൾ കർത്താവ് പറഞ്ഞ്, മറ്റൊരു ചോദ്യമാണ് കർത്താവ് ചോദിച്ചത്. വീട്ടുജോലിക്കാർക്ക്
യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിവേകിയും വിശ്വസ്തനുമായ കാര്യസ്ഥനാരാണ്? ഹൂ ഈസ് ദ റെസ്പോൺസിബിൾ സെർവൻറ്റ്? വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിവേകിയും വിശ്വസ്തനുമായ കാര്യസ്ഥനാരാണ്? കർത്താവ് പറയണു, യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നു കുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലും ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. അവസാനത്തെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. പ്രിയമുള്ളവരെ, പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയ അച്ഛനും അധ്യക്ഷ പ്രസംഗം പറഞ്ഞ കർത്താവിൻ്റെ അഭിഷിക്തനും ഒരുപോലെ പങ്കുവെച്ച സത്യം അതാണ്. ഈ ലോക ജീവിതത്തിൽ തിരിച്ചറിവോടെ ജീവിക്കണം. മരണമെന്ന ഒരു യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ട് മുമ്പോട്ട് പോകണം. അധ്യക്ഷ പ്രസംഗകൻ പലവട്ടം പറഞ്ഞ് 70 ഉള്ളു വകുപ്പനുസരിച്ച്, കൂടിയ 80. നല്ലൊരു കണക്കാണത്. 70 വയസ്സ് വരെ ഉള്ളൂന്ന് പറയണേ. തല നരച്ചാലും കറുത്താലും വയസ്സ് തമ്പുരാൻ്റെ കണക്കിലുണ്ട്. പലരുടെയും തലയൊക്കെ ഇത്രയ്ക്ക് കറുപ്പില്ലെന്ന് ഞാൻ പറയാണ്ട് തന്നെ അറിയാല. ഗോദറേജും ബ്ലാക്ക് റോസും ഒക്കെ ഉള്ളിടത്തോളം കാലം നമ്മുടെ തലയ്ക്ക് ഒരിക്കലും പ്രായാവില്ല. സ്റ്റേജിലിരിക്കുന്ന അച്ഛന്മാരുടെ തലയിലും കറുപ്പ് കാണുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട്. നല്ലൊരു ഭാര്യയും അവൾക്കിത്തിരി കലാബോധവും കരവിരുദ്ധവും ഒക്കെ ഉണ്ടെങ്കിൽ തല കറുത്തിരിക്കും. അങ്ങനെ ഒരെണ്ണം ഇല്ലാത്തവൻ്റെ തല വെളുത്തിരിക്കും. എൺപത് വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു നല്ല കണക്കാണത്, ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണത് നല്ലതാണ്. 80 വയസ്സ് വരെ ജീവിച്ച ഒരാൾ എത്ര ദിവസം ജീവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നേരെ കിടക്കണ കണക്കാണല്ല. 80 വയസ്സ് വരെ 80 × 365. ആരും ഞെട്ടരുത്. ഒരു 27,700 ചില്ലാനും ദിവസമുള്ളൂ ഈ പറഞ്ഞത്. 30,000 ദിവസം തികയില്ല. ഈ സ്ഥാനാർത്ഥികളൊക്കെ എന്തു കുന്തത്തിനാണ് ഇമ്മാതിരി അർമാദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എല്ലാത്തിനും 70ൻ്റെ മുകളിലെത്തിയുണ്ട്. കർത്താവ് പറഞ്ഞ കണക്ക് കഴിഞ്ഞ് 80 വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ × 365 27,700 ചില്ലാനും ദിവസം ആകെ ഉള്ളത്. ഒരു ദിവസം മിനിമം നമ്മളൊരു 7-8 മണിക്കൂർ ഉറങ്ങും. ഇപ്പം മൊബൈലുള്ള തന്നെ ഉറക്കം വല്ലാണ്ട് കുറഞ്ഞ്. എന്നാലും ഭ്രാന്ത് പിടിക്കാണ്ട് അവസാനം വരെ ജീവിക്കണമെങ്കിൽ
7-8 മണിക്കൂർ ഉറങ്ങണമെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയണത്. ബൈബിളിൻ്റെ കാലത്ത് മൊബൈലില്ലാത്തത് കൊണ്ട് ആ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്തില്ല. ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം അത്രേ. 1 മണിക്കൂർ കളി, കുളി, ഭക്ഷണം അങ്ങനെയൊക്കെ പോവും. ഒരു 8 മണിക്കൂർ, അതായത് 1/3 ചുമ്മാ മലങ്കടപ്പ് കിടന്ന് തീർക്കും. ഞാനൊക്കെ എല്ലാ ദിവസവും ഉറങ്ങണേക്ക് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഒരു സ്റ്റാൻഡേർഡ് സ്വപ്നം, വെറുതെ കിടക്കാനുള്ള, നമുക്ക് വേണമെങ്കിൽ അമേരിക്കയിലൊക്കെ പോയിട്ട് വരാല്ല. ഈയിടെയായിട്ട് ഒരു സ്വപ്നം പോലും വൃത്തിയുള്ളത് തടയണില്ല എന്നുള്ളതാണ്. എന്തോരം പ്രാർത്ഥിക്കണം, ചുമ്മാ പോത്തുപോലെ കിടന്നുറങ്ങാണ്. 8 മണിക്കൂർ ഒരാൾ ഉറങ്ങിയാൽ ആ വകുപ്പിൽ എത്ര ദിവസം നമ്മൾ ഉറങ്ങി തീർക്കണുണ്ടെന്നറിയോ? ഞെട്ടരുത്. 8 × 365 × 80 ഹരണം 24, ഏതാണ്ടൊരു 9700 ചില്ലാനും ദിവസം ഗോപിയാണ്, ഉറങ്ങിപ്പോവാണ്. ബാക്കിയുള്ളതൊരു 17,000 ദിവസം, 17,700. 20,000 തികയണമെങ്കിൽ മഞ്ഞളേച്ചൻ 300 ദിവസം കൂടി തരണം. കണക്കിൻ്റെ എളുപ്പത്തിന് 20,000 പിടിക്കും. ഒരു മനുഷ്യൻ 80 വയസ്സ് വരെ ജീവിച്ചാൽ വെറും 20,000 ദിവസമാണ് ജീവിക്കണത്. 20,000 days, 20,000 ദിവസം. എന്ന് തുടങ്ങിയാന്നറിയാം, അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വന്ന അന്ന് മുതൽ ഈ മരത്തിൻ്റെ പെട്ടിയിൽ മലന്ന് കിടക്കണ അന്ന് വരെയുള്ള കണക്കാണ് ഈ പറയണേ. 20,000 ദിവസം മലന്ന് കിടന്നതും ഉരുണ്ട് കമന്നതും എഴുന്നേറ്റിരുന്നതും ഉരുണ്ട് വീണ് നടന്നതും LKG UKG ഒക്കെ ഇതിനകത്ത് പെട്ട് 20,000 ദിവസം. 80 വയസ്സ് വരെ ജീവിച്ച 40 കഴിഞ്ഞവർക്ക് ഇനി എത്ര ദിവസം ഉണ്ടെന്നറിയാമോ? കണക്കാണല്ല, 10,000 ഉള്ളുട്ടാ. 50 കഴിഞ്ഞവർക്ക് ഇനി എന്തോരുണ്ടെന്നറിയാമോ? ഒരു 3,500, 4,000. 60 കഴിഞ്ഞവർക്ക് എത്രയുണ്ടെന്നറിയാമോ? 70 കഴിഞ്ഞവർക്ക് എത്രയുണ്ടെന്നറിയാമോ? ഒരു 1,500, ഒരു 1,300. 80, 75 കഴിഞ്ഞവരുടെ കാര്യം പറഞ്ഞാൽ ഇതിപ്പോൾ ശവസംസ്കാരം നടത്തേണ്ടി വരും. നെഞ്ചോയിനെടുത്ത് ചാവും. പറഞ്ഞ നേരം കൊണ്ട് പരിപാടി തീരും. ഹൈവേ തിരുനെൽവേലി എത്തണതൊന്നും ഇപ്പോൾ കാണില്ലട്ടാ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പാടുന്നത്, മനുഷ്യജീവിതം എത്ര ഹ്രസ്വമാണ്, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യുന്നു. ദൈവമേ, ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി ആയുസ്സിൻ്റെ ഹ്രസ്വത എനിക്ക് മനസ്സിലാക്കി തരണേ. അതാണ് സങ്കീർത്തനം. ഹൃദയവിജ്ഞാനം പ്രാപിക്കാൻ ഇത് ഇത്രയ്ക്കൊന്നുമില്ല. പറഞ്ഞ നേരം കൊണ്ട് പരിപാടി തീരും. നമ്മളിങ്ങനെ പുതിയ പുതിയ കഥകളും കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുക. ഏറ്റവും വലിയ സങ്കടം ഈ കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തമ്പുരാനോട് പറയും, ചില നേരത്ത് നിന്നെ എനിക്ക് അങ്ങോട്ട് പിടിക്കണില്ല കർത്താവേ. വേറൊന്നുമല്ല, പരീക്ഷ കഴിയുമ്പോഴാണ് കർത്താവ് ക്വസ്റ്റ്യൻ പേപ്പർ തരുള്ളൂ. ഈ കുന്ത്രാണ്ടം നേരത്തെ തന്നെങ്കിൽ അത് നോക്കി മര്യാദയ്ക്ക് എഴുതിയെന്നെ. പരീക്ഷ എല്ലാം കഴുതി കഴിയുമ്പോൾ കർത്താവ് പറയും, ഇതായിരുന്നിട്ടാ ചോദ്യം. അവിടെയാണ് എനിക്ക് സങ്കടം വരിക. ഇപ്പോൾ ഒന്നും കൂടി LKG പോകാൻ ആഗ്രഹിക്കാത്ത ആരുള്ളേ? ഓരോ പരീക്ഷ കഴിയുമ്പോഴും പരീക്ഷയുടെ മാർക്ക് കിട്ടുമ്പോഴും നമ്മുടെ മനസ്സിലൊരു കുണ്ഠിതം തോന്നാറില്ലേ? കുറച്ചും കൂടി പഠിക്കായിരുന്നു. തെക്ക് വടക്ക് തെണ്ടിപ്പറക്കി നടന്ന് തോന്നിയത് വലിച്ചു വാരി എഴുതിയപ്പോൾ ഇത്രയും മാർക്ക് കിട്ടിയ കർത്താവേ, ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. പണ്ടൊരു വികാരിയച്ഛൻ മരിക്കാൻ കിടക്കണ നേരത്ത് കൊച്ചച്ഛനെ വിളിച്ചെന്ന് പറയണേ. ഞങ്ങളുടെ പള്ളിയിൽ അസിസ്റ്റൻ്റ് അച്ഛന്മാരുണ്ട്.
വലിയ അച്ഛൻ മരിക്കാൻ പോവാണ്. അസിസ്റ്റൻ്റ് അച്ഛനെ വിളിച്ച്, പാവം എന്താ അത്യാവത്താന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് വല്യച്ഛൻ പറഞ്ഞു, നീ ആ കസേരയിലൊന്നിരിക്കി. ആ പാവത്താൻ ഇരുന്ന് അച്ഛൻ ചോദിച്ച്, വല്യച്ഛ വല്ല വിഷമമുണ്ടാ, വല്ല ടെൻഷനുണ്ടാ, എന്തുണ്ടെങ്കിലും പറയ്, ഞാനിവിടെ ഉണ്ട്. വല്യച്ഛൻ പറഞ്ഞു, മോനെ വേറെ ഒന്നുമില്ല പറയാൻ. എന്തു പറ്റി? ഒരു സങ്കടം. എന്ത് സങ്കടം? ഇത്തിരിയും കൂടി സൂക്ഷിച്ച് ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡീസൻ്റായിട്ട് മരിക്കായിരുന്നു. കുറച്ചും കൂടി സൂക്ഷിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇത്തിരിയും കൂടി ഡീസൻ്റായിട്ട് മരിക്കായിരുന്നു. ഈ കൺവെൻഷനൊക്കെ സംഘടിപ്പിക്കുന്നത് ഡീസൻ്റായിട്ട് മരിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കും നന്നായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹം കിട്ടാനാണ്. എനിക്കങ്ങനെയല്ല. എങ്ങനെ മരിക്കണം, എങ്ങനെ സ്വർഗത്തിൽ പോകണം, അതിനുള്ള പാഠശാലയാണ് ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ. ബൈബിൾ എന്ന വാക്കിന് മനോഹരമായ ഒരു ഫുൾ ഫോം ഈ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. BIBLE, ബൈബിൾ, ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത്. ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത്. ഈ ലോകം വിട്ടു പോണേക്ക് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചേക്കണ പുസ്തകമാണത്രേ ബൈബിൾ, ദ ബേസിക് ഇൻസ്ട്രക്ഷൻസ്. ഈ ലോകം വിട്ടു പോണേക്ക് മുമ്പ് സ്നേഹമുള്ളവരെ, നാം വായിച്ചു കേട്ട വചനഭാഗം ഉണ്ടല്ലോ, കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. നീ ഉത്തരവാദിത്വമുള്ള ഒരു ഭൃത്യനാണെന്ന്, ഒരു കാര്യസ്ഥനാണെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവണം. യു ആർ എ റെസ്പോൺസിബിൾ സെർവൻറ്റ്, പ്രൂഡൻറ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. വിവേകിയും വിശ്വസ്തനുമായ ഒരു കാര്യസ്ഥനും കാര്യസ്ഥയും ആയിരിക്കണം നീ. ഏൽപ്പിക്കപ്പെട്ടവർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുന്ന കർത്താവിൻ്റെ വിവേകിയും വിശ്വസ്തനുമായ കാര്യസ്ഥൻ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതം ബലപ്പെടുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതം വീണ്ടെടുക്കപ്പെടുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത് മാനസാന്തരത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും അവൻ്റെ ജീവിതത്തെ വഴി നടത്തുന്നത് അവൻ ആരാണെന്നുള്ള, അല്ലെങ്കിൽ അവൻ ആരായിരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് പറയണത്. അത് നിങ്ങളുടെ ജീവിതത്തിലും അർത്ഥവത്താണെന്ന് കരുതുന്നത് കൊണ്ടാണ് പങ്കുവെക്കുന്നത്. എൻ്റെ ജീവിതം എപ്പോഴൊക്കെയാണ് ഇടറിപ്പോയതെന്ന് എനിക്കറിയാം. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും എപ്പോഴാണ് ദൈവഹിതപ്രകാരമല്ലാത്തതായതെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴാണ് കോപിച്ചതെന്ന്, ഞാൻ എപ്പോഴാണ് ബലഹീനതകൾക്ക് അടിമപ്പെട്ടതെന്ന്, എപ്പോഴാണ് എൻ്റെ ജീവിതം ഇടറിപ്പോയതെന്ന് എനിക്കറിയാം. ഞാനതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്ന സത്യം, എപ്പോഴൊക്കെ ഞാനൊരു പുരോഹിതനാണെന്ന്, ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തനാണെന്നുള്ള ചിന്ത എനിക്ക് നഷ്ടപ്പെട്ടോ, അപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇടർച്ചകളുണ്ടായി. ഒരപ്പൻ എപ്പോഴാണ് ഇടറിപ്പോണത്? ഒരമ്മയ്ക്ക് എപ്പോഴാണ് തെറ്റുപറ്റണത്? എപ്പോഴാണ് നമ്മുടെ മക്കൾ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലും ഭീകരമായ പ്രണയബന്ധങ്ങളിലും അകപ്പെട്ട് സ്വയം നഷ്ടപ്പെടുത്തുന്നത്? എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ പൈശാചികമായ അടിമത്വങ്ങൾ സംഭവിക്കുന്നത്? ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. നീ ആരാണെന്നും നീ ആരായിരിക്കേണ്ടവനും ആയിരിക്കേണ്ടവളുമാണെന്നുള്ള ബോധം നിനക്ക് നഷ്ടപ്പെടുമ്പോൾ, ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, കർത്താവിനോട് പോയി ചോദിക്കണം, നിനക്ക് സുഖാണോന്ന് എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ കർത്താവുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ കുടുംബം
പിശാചിൻ്റെ വാസസ്ഥലമാവും. എൻ്റെ കുടുംബം കർത്താവിന് പ്രതിഷ്ഠിതമാണെന്നുള്ള സത്യം ഞാൻ മറക്കുമ്പോൾ ആ മറവി പിശാചിന് കടന്നു കയറാനുള്ള വാതിലായി പരിണമിക്കും. അങ്ങനെ നമ്മുടെ കുടുംബം തകർച്ചയിലേക്ക് കൂപ്പുകുത്തും. ബിവറേജിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യനെ നോക്കുക, അവന് അപ്പൻ്റെ ചായ ഉണ്ടാവില്ല. പരീക്ഷ എഴുതാൻ പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് പകരം മക്കൾ പരീക്ഷ എഴുതുമ്പോൾ റിമോട്ട് കൺട്രോള് കുത്തിക്കളിച്ചിരിക്കുന്ന അമ്മയെ പരിശോധിക്കുക, അവൾക്ക് അമ്മയുടെ ചായ ഉണ്ടാവില്ല. പഠിക്കാൻ വേണ്ടി വിദ്യാലയത്തിലേക്കും കോളേജിലേക്കും പോയിട്ട് വല്ലോനും കണ്ണുരുട്ടിയോ ഇറുക്കിയോ ഒക്കെ കാണിക്കുമ്പോൾ തോന്നിയവൻ്റെ പിന്നാലെ പോണ മക്കളുടെ മുഖത്തേക്ക് നോക്കുക, അവർക്ക് മക്കളുടെ ഭാവം ഉണ്ടാവില്ല. പരമപരിശുദ്ധമായ കൈകളോടെ ബലിയർപ്പിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട പുരോഹിതൻ എടറിപ്പോയി കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുക, അവന് മോശയുടെ മുഖത്തിൻ്റെ ചൈതന്യം ഉണ്ടാവില്ല. അതാണ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത്. അവബോധമാണ് ജീവിതത്തിന് അടിസ്ഥാനം. കർത്താവ് പറയണു, നീ ഉത്തരവാദിത്വമുള്ള കാര്യസ്ഥനാണ്, വിവേകിയും വിശ്വസ്തനുമായിരിക്കണം. നീ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുടുംബത്തിന് വേണ്ടി മഹാത്യാഗങ്ങൾ ചെയ്യും. പക്ഷെ പ്രിയപ്പെട്ടവരൊക്കെ നിന്നെ നിഷേധിക്കും, നിന്നെ തള്ളിപ്പറയും, നിന്റെ പ്രാർത്ഥനകൾ വൃദ്ധാവിലാണെന്ന് പരിഹസിക്കും. ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ കർത്താവിന് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായി ജീവിക്കുമ്പോൾ നീ അവഹേളിതനും പരിഹാസിതനുമാവും. കർത്താവ് പറയും, നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിജയിക്കാനല്ല, വിശ്വസ്തനാകാനാണ്. നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിജയിക്കാനല്ല, വിശ്വസ്തനാകാനാണ്. കൽക്കത്തയിലെ മദർ തെരേസയാണ് അത് മനോഹരമായിട്ട് പറഞ്ഞത്. ഒരു ക്രിസ്ത്യാനിയുടെ വിളി എന്ന് പറയുന്നത്, ഇറ്റ്സ് എ കോൾ നോട്ട് ടു ബി സക്സസ്ഫുൾ ബട്ട് ടു ബി ഫെയ്ത്ത്ഫുൾ. ഒരുപക്ഷെ നല്ല അപ്പനായിട്ട് ജീവിക്കുമ്പോൾ, നല്ല അമ്മയായിട്ട് ജീവിക്കുമ്പോൾ, നല്ല മോനും മോളുമായിട്ട് ജീവിക്കുമ്പോൾ ഈ ലോകം നിന്നെ തള്ളിപ്പറയും, നീ പമ്പര വിഡ്ഢിയാണെന്ന് ആക്ഷേപിക്കും. നിന്റെ പ്രാർത്ഥനകൾക്കും നിന്റെ ദൈവാശ്രയത്വത്തിനും ഒരു വിലയുമില്ലെന്ന് പരിഹസിക്കും. പക്ഷേ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിശ്വസ്തനായിരുന്നാൽ, വിശ്വസ്തനായിരിക്കുന്നവർക്ക് അവൻ പറഞ്ഞിട്ടുള്ള നിത്യതയുടെ കിരീടം അവൻ നിന്നെ ധരിപ്പിക്കും. പൗലോസ്, ഞാൻ നല്ല ഓട്ടം ഓടി, വിശ്വാസം സംരക്ഷിച്ച്, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ആ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കും. നമ്മുടെ ജീവിതത്തിൽ ആരാണെന്നുള്ള തിരിച്ചറിവ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വചനം, ദൈവമായ കർത്താവ് പുരുഷനെ വിളിച്ച് ചോദിച്ച്, ഉൽപ്പത്തി 3:9, ആദം നീ എവിടെയാണ്? വേർ ആർ യു? നീ എവിടെയാണ്? നീ എവിടെയാണ് എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം എന്തുവാ? നീ ഇപ്പം ഏത് മരത്തിൻ്റെ കടക്കലാണ് നിൽക്കണേ എന്നറിയാനാണ്? നീ ഇപ്പം ഏത് മാവിൻ്റെ കൊമ്പത്താ, തേക്കിൻ്റെ പൊക്കത്താ, അതറിയാനാണോ കർത്താവിന്? തമ്പുരാന് ലൊക്കേഷൻ ഇട്ട് നോക്കാനൊന്നുമല്ല. നീ എവിടെയാണെന്ന് ആദത്തിനെ വിളിച്ച് ചോദിച്ചത്. എപ്പോഴാണ് ചോദിച്ചതെന്ന് നമുക്കറിയാം. ആദം കാലത്തും വൈകുന്നേരവും തമ്പുരാൻ്റെ കൂടെ മോർണിംഗ് വാക്കിംഗ്, ഈവനിങ് വാക്കിംഗ് നടത്തിക്കൊണ്ടിരുന്നവനാണ്. തോളത്ത് കൈയിട്ട് പറുദീസായിലൂടെ തെക്കോടക്ക് നടന്നുകൊണ്ടിരുന്ന പാർട്ടിയാണ് ആദിപിതാവായ ആദം. പക്ഷെ അന്ന് എന്തുണ്ടായെന്ന് നമുക്കറിയാം. ആ പെണ്ണ് തിന്ന ആപ്പിളിൻ്റെ ബാക്കി നമ്മുടെ അണ്ണൻ തിന്ന്. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നെന്നാണ് പറയണത്, കിവി വരെ ഉണ്ടായിരുന്നത്. ഇതെന്തിനീ ആപ്പിൾ തിന്നാൻ പോയി? അതും പെണ്ണ് എന്നതിൻ്റെ ഒരു ഫ്രഷ് ഒരെണ്ണം പോലും പറിച്ച് തിന്നില്ല എന്നുള്ളതാണ്.
ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എങ്ങാനും തമ്പുരാൻ സഹായിച്ച് സ്വർഗത്തിൽ ചെന്ന കാർന്നോരെ എങ്ങാനും വഴി കണ്ട ഉറപ്പായിട്ടും ഞാൻ ചോദിക്കും, താൻ എന്ത് കാര്യത്തിന് ഈ ചതി ചെയ്ത്? താൻ ഒറ്റൊരുത്തൻകാരനാ എനിക്ക് ഗതികേടൊക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഞാൻ എവിടെ ജീവിക്കേണ്ടവനാ? സ്വർഗത്തിൽ തമ്പുരാൻ്റെ പരലുമ്മ തൂങ്ങി അടിപൊളി ലൈഫായിരുന്നു. ചുമ്മാ ഫ്രൂട്ട്സ് വറച്ച് തിന്നാൽ മതിയായിരുന്നു. പാത്രം പോലും കഴുകണ്ട, കുളിയില്ല, അലക്കില്ല, തുണിയുണ്ടെങ്കിലല്ലേ അലക്കുള്ളൂ. എന്തൊരു ലൈഫായിരുന്നു. പോയി ഒരു ആപ്പിള് കടിയുമേ. ആദം ഹവ കൊടുത്തതിൻ്റെ ബാക്കി തിന്ന് അപ്പോഴാ പുള്ളിക്ക് വിത്തൗട്ടാന്ന് മനസ്സിലായത്. ഏതോ മുഴുത്ത രണ്ടേലാപ്പുറപ്പുറം പൊത്തി വെച്ച് എവിടെയോ പുള്ളി ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് തമ്പുരാൻ ആ വഴി വരണത്. കർത്താവ് സാധാരണ ആദം ഒരു മരത്തിൻ്റെ കടയ്ക്ക് എത്തുമ്പോൾ കർത്താവിൻ്റെ കൂടെ കൂടും. അങ്ങനെയാണ് ചില മനുഷ്യരങ്ങനെയാണ്. ഈ പള്ളിയിലൊക്കെ, ഞങ്ങളുടെ പള്ളികളിൽ പ്രദക്ഷിണം ഉണ്ടാവും. തറവാട്ടി പറഞ്ഞവരൊന്നും പള്ളിയിൽ നിന്ന് തുടങ്ങൂല, പ്രദക്ഷിണത്തിലുണ്ടാവില്ല. അവരുടെ വീട്ടിൻ്റെ ഉമ്മറത്തെത്തുമ്പോൾ അങ്ങോട്ട് കയറുള്ളൂ. ഇവിടങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. വലിയ തറവാടികൾ അങ്ങനെയാണ്. അവരുടെ വീടിൻ്റെ ഉമ്മറത്തെത്തുമ്പോൾ അവർ പതുക്കെ ലൈനിൽ കയറിയിരിക്കും. തിരിച്ച് പ്രദക്ഷിണം ആ വഴിയിൽ അവരുടെ വീടിൻ്റെ ഉമ്മറത്തെത്തുമ്പോൾ അവർ കർത്താവിനോട് പറയും, കർത്താവെ പള്ളിയിലേക്കുള്ള വഴി അറിയാലോ, ഞങ്ങൾ ഇവിടെ ഇറങ്ങാണ്. അവരിറങ്ങിപ്പോവും. അങ്ങനെ ചില ആത്മാക്കളുണ്ട്. ആദത്തിൻ്റെ പരിപാടി എങ്ങനെയായിരുന്നു? കർത്താവ് ഇങ്ങനെ നടന്ന് വരും. ഒരു സ്ഥലത്തെത്തുമ്പോൾ ആദം ഹായ്, അപ്പം കർത്താവ് ഹോയ്, രണ്ടുപേരും കൂടി നടക്കും. തിരിച്ച് കറങ്ങി തിരിഞ്ഞ് ആ വഴിക്ക് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു ചേമ്പിൻ്റെ കടയ്ക്ക് നിന്ന് ഹൗവ ഹായ്, അപ്പം ആദം ഹോയ്, അവിടെ ഇറങ്ങിപ്പോവും. ഇത് സ്ഥിരം പരിപാടിയാണ്. അന്ന് ആപ്പിള് തിന്ന് എവിടെയെങ്ങാണ്ട് ഒളിച്ച് നിൽക്കണ കാർന്നോരെ കാണാനില്ല. കർത്താവ് അവിടെ നിന്നിട്ട് അലറി, ആദം വേർ ആർ യു, നീ എവിടെ പോയി കിടക്കുക? കർത്താവ് ചോദിച്ചു. എന്താ ചോദിച്ചതിൻ്റെ അർത്ഥം? എന്താ ചോദിച്ചതിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞില്ലേ, ലൊക്കേഷൻ മാപ്പല്ല, GPS ഇട്ട് നോക്കാനല്ല തമ്പുരാന്. കർത്താവ് ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ? നീ എവിടെയാണ് എന്ന ചോദ്യം നീ എവിടെ ആയിരിക്കേണ്ടവനാണ് എന്ന ചോദ്യം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. നീ എവിടെയാണ് എന്ന ചോദ്യം നീ എവിടെ ആയിരിക്കേണ്ടവനാണ്, നീ എങ്ങനെ ജീവിക്കേണ്ടവനാണ്, നിനക്ക് എന്താ പറ്റിയത്, അതാണ് ചോദ്യം. വേർ യു ആർ, ഇറ്റ് സിംപ്ലി ഇംപ്ലൈസ് ദ ക്വസ്റ്റ്യൻ വേർ യു ഷുഡ് ബി. നീ എവിടെ ആയിരിക്കേണ്ടവനാണ്, നിനക്ക് എന്താ പറ്റിയത്, നീ എങ്ങനെ ജീവിക്കേണ്ടവനാ. ഇതാണ് പ്രിയപ്പെട്ടവരെ അവബോധം എന്ന് പറയുന്നത്, കോൺഷ്യസ്നെസ്. അതാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നതും ആവശ്യപ്പെടുന്നതും. നീ ആരാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കണം. നീ ഒരപ്പനാണ്, നീ ഒരു അമ്മയാണ്, നീ ഒരു മോനും മോളുമാണ്. സത്യമായിട്ടും ഞാനൊരു പുരോഹിതനാണ്. നീ ആരാണെന്ന ബോധ്യത്തോടെ, നീ ആരാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കുമ്പോഴാണ് നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രസാദിക്കുക. ഹല്ലേലൂയ. അവർക്ക് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 18:6. ഹാഗാർ പെണ്ണ് സാറയുടെ അടുത്ത് വഴക്കിട്ട് ഓടുകയാണ്. വഴിയിൽ ദൈവം ഓടിച്ചിട്ട് പിടിച്ച് ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനോട് ചോദിച്ച്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരണു, നീ എവിടേക്ക് പോവണ്? ഗംഭീര ചോദ്യത്. നീ എവിടെന്നാ വരണത്, നീ എവിടേക്കാ പോണത്? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ധ്യാനിക്കണം ഈ കാര്യം. വാട്ട്സ് യുവർ ഒറിജിൻ ആൻഡ് വാട്ട്സ് യുവർ ഡെസ്റ്റിനി. നീ എവിടെന്നാ വരണത്, നീ എവിടേക്കാ പോണത്? കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാവണം. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് മടങ്ങിവരവ്, തിരിച്ചു നടക്കൽ സാധ്യമാകുക. അങ്ങനെയാണ് വീണ്ടെടുപ്പും വിശുദ്ധീകരണവും സംഭവിക്കുക. പ്രിയമുള്ളവരെ, അവബോധമാണ് ജീവിതത്തിൻ്റെ അച്ചുതണ്ട്. ഞാനൊരു അച്ഛനാണ്, ഞാനൊരു അപ്പനാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു മകനും മകളുമാണ്, ഞാനൊരു ജീവിത പങ്കാളിയാണ്. ഇത്തരത്തിലുള്ള അവബോധങ്ങളിൽ നിന്ന് നമ്മൾ പടിയിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഇടർച്ചകളിലേക്ക് കൂപ്പുകുത്തും. ഇന്നലെ നാം വായിച്ചില്ലെങ്കിലും കേട്ട മനുഷ്യനാണ് മോശ. പുറപ്പാട് ഗ്രന്ഥം 3-ാം അധ്യായത്തിലാണ് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. യു നോ ദാറ്റ്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ടത്?
കത്തുന്ന മുൾപടർപ്പ്, അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബൈബിളിൽ. ലാംഗ്വേജിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. കത്തുന്ന മുൾപടർപ്പ്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട്, കത്തുന്ന മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം മോശയോട് എന്താ പറഞ്ഞത്? എന്തൂരാനാ പറഞ്ഞത്? ഷർട്ടണോ? ചെരുപ്പ് ഊരാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ദൈവം മോശയോട് ചെരുപ്പ് ഊരാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? നമ്മളങ്ങനെ പഠിച്ചു വെച്ചേക്കണേ. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് ചെരുപ്പ് ഇടാൻ പാടില്ല, ചെരുപ്പ് ഊരി മാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മോശ നിൽക്കുന്ന ആ വട്ടത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും ബൈബിൾ അങ്ങനെയാണ് വായിക്കാറും വ്യാഖ്യാനിക്കാറും. പല പള്ളികളുടെയും പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ല, പാദരക്ഷകൾ അഴിച്ചു വയ്ക്കുക, അല്ലേ? പാദരക്ഷകൾ. എൻ്റെ പള്ളിയുടെ സൈഡിൽ ഞാൻ കുറച്ച് കനത്തിലാണ് എഴുതി വെച്ചത്, നിൻ്റെ ചെരുപ്പും അഹങ്കാരവും ഇവിടെ ഉപേക്ഷിക്കുക, അകത്തിരിക്കുന്നവൻ നിൻ്റെ ദൈവം. പള്ളിക്കാർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത്തിരി കടുപ്പണ്ടാ. അങ്ങനെ ഞാൻ അഹങ്കാരം വെട്ടി ചെരുപ്പ് മാത്രമാക്കി. ഞാൻ അങ്ങനെ ആദ്യം എഴുതി വെച്ചേ, ചെരുപ്പും അഹങ്കാരവും ഉപേക്ഷിക്കുക, അകത്തിരിക്കുന്നവൻ നിൻ്റെ ദൈവം. നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ ചെരുപ്പിടാത്തതിൻ്റെ കാരണം എന്താണ്? ഇതന്നെ, പള്ളി പരിശുദ്ധമാണ്, പള്ളിയിൽ ദൈവമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചേക്കണത്. നമ്മുടെ ധാരണ അതാണ്. സെമിനാരി പഠിക്കുമ്പോൾ ലോക തരികിട ഒരു ഗുരു ഉണ്ടായിരുന്നു. ഭയങ്കര കുറുമ്പനൊരച്ഛൻ സെമിനാരിയിൽ പഠിപ്പിക്കാൻ. കുറുമ്പൻ എന്ന് വെച്ചാൽ വേറെ വൃത്തിയോടൊന്നുമില്ല കേട്ടോ, തങ്കപ്പെട്ടൊരച്ഛനാണ്. പക്ഷെ 6 ചോദ്യങ്ങൾ ചോദിക്കും, ഭീകര ചോദ്യങ്ങളാണ്, നമ്മളെ ക്ഷഞ്ഞ വരപ്പിക്കും അച്ഛൻ. അങ്ങനൊരു വൈദിക ശ്രേഷ്ഠൻ എനിക്ക് സെമിനാരിയിലുണ്ടായിരുന്നു, ഞാനിപ്പോഴും ഓർക്കും. ചേട്ടന്മാർ ഫിലോസഫിയൊക്കെ പഠിക്കുമ്പോൾ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കണ ജ്യേഷ്ഠ സഹോദരങ്ങൾ, ഞങ്ങൾ ചെറിയ ശമാശന്മാർ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞു തരും, 6 മാസം കഴിയുമ്പോൾ ഒരച്ഛൻ വരും. ആ അച്ഛൻ വന്ന് ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കും. ചുമ്മാ ഷൈൻ ചെയ്യാൻ വേണ്ടി എടുത്തു ചാടി വല്ല വെളിച്ചപ്പാടും വിളിച്ച് പറയരുത്. നീ എന്ത് പറഞ്ഞാലും നിന്നെ കാലുമ പിടിച്ച് നിലത്തടിക്കും അച്ഛൻ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ഇരിക്കണതാണ് നല്ലത്. മൗനമാണ് വിദ്വാനും വിഡ്ഢിക്കും ഭൂഷണം. മിണ്ടണത് ബുദ്ധിയല്ല. ചേട്ടന്മാരങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഇതൊക്കെ കേട്ട് വലിയ ടെൻഷനോടെയാണ് ഞങ്ങൾ ഈ ഗുരുവിനെ കാത്തിരുന്നത്. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ഗുരു വന്നു. പേര് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പുള്ളി ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് പറയൂല. മരിച്ചു കഴിയുമ്പോൾ പറയും. ഇപ്പോൾ ഏതാണ്ട് 95 വയസ്സായിട്ടുണ്ട്, അധികം കാലം ഇല്ല ഇനി. ഗുരു വന്ന് ആദ്യത്തെ ചോദ്യം ഞാനിപ്പോഴും ഓർക്കും. ഞങ്ങളിങ്ങനെ കണ്ണും തുറപ്പിച്ച്, പ്രാർത്ഥനയൊന്നുമില്ല ക്ലാസ്സിൽ. സാധാരണ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലുമല്ലോ. ഈ അച്ഛൻ്റെ ക്ലാസ്സിൽ പ്രാർത്ഥനയൊന്നുമില്ല. അച്ഛൻ വരുമ്പോൾ ചോദിക്കും, കാലത്ത് എഴുന്നേറ്റപ്പോൾ പ്രാർത്ഥിച്ചോടാ? ഉവച്ചോ, അത് മതി. എപ്പോഴെപ്പോഴും കർത്താവിനെ ശല്യപ്പെടുത്തണ്ട, കർത്താവ് ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇതാണ് അച്ഛൻ്റെ ട്രാക്ക്. ആദ്യത്തെ ചോദ്യം ഞാനിപ്പോഴും ഓർക്കും. അച്ഛൻ ചോദിച്ചു, എടാ ശമാശാന്നൊന്നും വിളിക്കില്ല, ബ്രദറേന്ന് അത്രയും കൂടി വിളിക്കില്ല, ഒരു ബഹുമാനവും ആദരവും ഇല്ല, ഇങ്ങനെ തന്നെ വിളിക്കുള്ളൂ. എടാ നീ എന്താടാ പള്ളിയിൽ ചെരുപ്പിടാത്തത്? ആദ്യത്തെ ചോദ്യമായിരുന്നു. സ്റ്റിൽ ഐ ഡു റിമെമ്പർ. ആദ്യത്തെ ചോദ്യം, നീ എന്താടാ പള്ളിയിൽ ചെരുപ്പിടാത്തത്? ചേട്ടന്മാരുടെ ക്ലാസ് നന്നായിട്ട് പഠിച്ചു വച്ചിരുന്നത് കൊണ്ട് ഒരു ശമാശനും കമാ എന്നൊരക്ഷരം മിണ്ടിയില്ല. ഒക്കെ വായും പൊത്തിയിരുന്നു. അച്ഛൻ പിന്നെയും ചോദിച്ച്, നിന്നോടാ ചോദിച്ചത്, ഈ ബാച്ചൊക്കെ പൊട്ടന്മാരാണോ? 168 പേരുണ്ട് ക്ലാസ്സിൽ, ഒക്കെ മന്നിപ്പുകളാണ്. എന്താടാ ചെവി കേട്ടൂടെ? ഉത്തരം പറടാ. നീ എന്താടാ പള്ളിയിൽ ചെരുപ്പിടാത്തത്? ഗുരു പിന്നെ അലറി. പേടിച്ച് വരച്ച് ഏറ്റവും മുമ്പിലിരുന്ന കാട്ടടയ്ക്ക പോലത്തെ ഒരു ചമ്മാച്ചൻ. ഞങ്ങൾ ഈ പൊക്കം കുറഞ്ഞവരൊക്കെ ഏറ്റവും മുമ്പിലാണ്, വിഷമിക്കണ്ട. പൊക്കം കുറഞ്ഞവരൊക്കെ ഏറ്റവും മുമ്പിലാണ്. ഞാനൊക്കെ ഫസ്റ്റ് റോയാണ്. കസേരയുണ്ട് സെമിനാരിൽ. എൻ്റെ 4-5 അപ്പുറത്തിരിക്കുന്ന ഒരാത്മാവ് കൈവക്കി. ഇന്ന് പുള്ളി ഒരു അച്ഛനാണ്.
അപ്പം തന്നെ ഗുരു അവനെ കയറി പിടിച്ച്, പറയടാ എന്താടാ പള്ളിയിൽ ചെരുപ്പിടാത്തത്? ആ പാവം പറഞ്ഞു, അച്ഛാ പള്ളിയിൽ ദൈവമുണ്ട്, പള്ളി പരിശുദ്ധമാണ്, അതുകൊണ്ട് ചെരുപ്പിടാൻ പാടില്ല. ഉടനെ എൻ്റെ ഗുരു, ഓഹോ പള്ളിയിൽ ദൈവമുണ്ട്, പള്ളി പരിശുദ്ധമാണ്, അതുകൊണ്ട് പള്ളിയിൽ ചെരുപ്പിടാൻ പാടില്ല അല്ലേ? ഉറക്കെ ചോദിച്ച്. ഞങ്ങൾ നീർക്കോലികൾക്കൊക്കെ പത്തി വെച്ച് എല്ലാ ചമ്മാച്ചന്മാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അതെ. പിന്നെ അത് പറയാൻ കുഴപ്പമില്ല. അപ്പം എൻ്റെ ഗുരു ചോദിച്ചു, പള്ളിയിൽ ദൈവം ഉള്ളത് കൊണ്ടാണ് നീ പള്ളിയിൽ ചെരുപ്പിടാത്തത്, മിടുക്കൻ. അപ്പോൾ ദൈവം ഇല്ലാത്ത ഒരു സ്ഥലത്തിൻ്റെ പേര് പറയടാ, എനിക്കൊന്ന് ചെരുപ്പിടാൻ. എന്തായി? ദൈവം ഇല്ലാത്ത ഒരു സ്ഥലത്തിൻ്റെ പേര് പറയടാ, എനിക്കൊന്ന് ചെരുപ്പിടാൻ. എല്ലാം പ്ലിങ്, സമാധാനായി. ഗുരു വിട്ടില്ലട്ടാ. ഗുരു പിന്നെയും ചോദിച്ചു, നീ ഫുട്ബോൾ കളിക്കണ ഗ്രൗണ്ടിൽ ദൈവം ഉണ്ടടാ? ഉവച്ചോ. നീ വോളിബോൾ കളിക്കണ കോർട്ടിൽ ദൈവം ഉണ്ടടാ? ഉവച്ചോ. നീ ചോറുണ്ണ റെഫക്ടറിയിൽ ഡൈനിങ് ഹാളിൽ ദൈവം ഉണ്ടടാ? ഉവച്ചോ. നീ കിടന്നുറങ്ങണ ഡോർമെട്രിയിൽ ദൈവം ഉണ്ടടാ? ഉവച്ചോ. നീ കുളിക്കണ ബാത്റൂമിലുണ്ടോടാ കർത്താവ്? ഉവച്ചോ. നീ ടോയ്ലറ്റിൽ പോണ ടോയ്ലറ്റിൽ ഇങ്ങേരുണ്ടടാ? ഉവച്ചോ. അപ്പം നീ എവിടെ ചെരുപ്പിടും? അപ്പം നീ എവിടെ ചെരുപ്പിടും? ഇതാണ് ഞാൻ പറഞ്ഞ ലോക തരികട ഗുരുവാന്ന്. 6 ചോദ്യമാണ്, ഇടിവെട്ട് ഉത്തരവാണ്. എല്ലാത്തിൻ്റെയും തലയിൽ ലഡുവെട്ടി ഒക്കെ വയം പൊളിച്ചിരുന്നു. മോശയോട് എന്തുകൊണ്ടാണ് ദൈവം ചെരുപ്പ് ഊരാൻ പറഞ്ഞത്? പള്ളിയിൽ ചെരുപ്പ് ഊരണതിന് പല കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ദേവാലയം പരിശുദ്ധമാണ്. പക്ഷേ ഫോറിനിലൊക്കെ പോയ അച്ഛന്മാർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, പുറത്ത് രാജ്യങ്ങളിലൊന്നും ആരും ചെരുപ്പ് ഊരിയിടൂല. പക്ഷെ അവൻ തൊപ്പി ഊരും. ദേവാലയത്തിൽ ദൈവമുണ്ട്, ഉറപ്പായിട്ടും പരിശുദ്ധമാണ്. പക്ഷെ നീ പള്ളി കയറുമ്പോൾ ചെരുപ്പ് ഊരണത് അവിടെ ദൈവം ഉള്ളത് കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്തും വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. മോശയോട് ദൈവം പറയണു, നീ ചെരുപ്പൂരി മാറ്റ് മോശെ. എന്തുകൊണ്ടാണ് ദൈവം മോശയോട് ചെരുപ്പൂരാൻ പറഞ്ഞത്? ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും, എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ദൈവം മോശയോട് ചെരുപ്പൂരാൻ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മോശയോട് ദൈവം ചെരുപ്പൂരാൻ പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല. മോശയുടെ കാലുമ്മ കിടക്കണ ചെരുപ്പ് മോശയുടെ ചെരുപ്പല്ല. മോശയുടെ കാലേ കിടക്കണ ചെരുപ്പ് മോശയുടെ ചെരുപ്പല്ല. പിന്നെ ആരുടെ ചെരുപ്പാണ്? മോശയുടെ കാലേ കിടക്കണ ചെരുപ്പ് ഫറവോയുടെ ചെരുപ്പാണ്. മോശയ്ക്ക് ഒരിക്കലും ചെരുപ്പിടാനുള്ള അനുവാദമില്ല. കാരണം മോശ ഈജിപ്തിൽ അടിമയാണ്. അടിമ ഒരിക്കലും ചെരുപ്പിടാൻ പാടില്ല. പക്ഷെ മോശയുടെ കാലുമ്മ ചെരുപ്പ് കയറി. ഇസ്രായേൽക്കാരനായിരുന്നിട്ടും ഈജിപ്തിലെ അടിമയായിരുന്നിട്ടും മോശയുടെ കാലുമ്മ ഒരു ചെരുപ്പുണ്ട്. എവിടെന്നാ കിട്ടിയ മോശയ്ക്ക് ചെരുപ്പ്? ലോട്ടറി അടിച്ചതാ മോശയ്ക്ക്. അവൻ വളർന്നത് ഫറവോൻ്റെ മോനായിട്ടാണ്. അവൻ ജീവിച്ചത് ഫറവോൻ്റെ കൊട്ടാരത്തിലാണ്. അങ്ങനെ മോശ പോലും അറിയാതെ ഒരു ഇസ്രായേൽക്കാരനും ധരിക്കാൻ അനുവാദമില്ലാത്ത ചെരുപ്പൊരെണ്ണം മോശയുടെ കാലുമ്മ കയറിക്കൂടി. കർത്താവ് മോശയോട് പറയുന്നത് അതാണ്, മോശേ നീ ഫറവോൻ്റെ മോനല്ലട്ടാ, നീ എൻ്റെ മോനാണ്. നീ ഈജിപ്തുകാരനല്ല, നീ ഇസ്രായേലാണ്. ഈ ചെരുപ്പ് ഒരിക്കലും നിനക്ക് പാകാവില്ല. ഒരു മോശേ ചെരുപ്പ് ഒരു ഈ ചെരുപ്പ് നിനക്ക് പറ്റിയ ചെരുപ്പല്ല. കർത്താവ് മോശയോട് പറയാൻ ആഗ്രഹിച്ചത്, എൻ്റെ നിറസാന്നിധ്യത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ഓർക്കണം നീ ആരാണെന്ന്, നീ ആരാണെന്നും നീ ആരായിരിക്കേണ്ടവനാണെന്നും. നീ ഈജിപ്തുകാരനല്ല,
നീ ഫറവോയുടെ സന്തതിയല്ല, നീ ആടുമേയിച്ച് നടക്കേണ്ടവനല്ല, നീ എൻ്റെ സ്വന്തം, എൻ്റെ ജനത്തിൻ്റെ നേതാവാകേണ്ടവൻ. നിന്നെ ഞാൻ നിയോഗിച്ചേക്കുന്നത് ആയതിലേക്കാണ്. അതുകൊണ്ട് അതിന് യോജ്യമല്ലാത്തതെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഊരി മാറ്റണം. ഇതിനെയാണ് അവബോധം എന്ന് പറയുന്നത്. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, ഞാൻ ആരായിരിക്കേണ്ടവനും ആയിരിക്കേണ്ടവളുമാണെന്നുള്ള ബോധ്യം. പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരണത് പള്ളിയുടെ കാർപ്പറ്റിൽ അഴുക്കാകുമെന്ന് പേടിച്ചിട്ടല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായതയും നിൻ്റെ നിസ്സാരതയും അവൻ്റെ വീണ്ടെടുപ്പും നീ ധ്യാനിക്കുന്നതിലേക്ക് നിൻ്റെ ഹൃദയത്തെ ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ് നിൻ്റെ പാദരക്ഷകൾ നീ അഴിച്ചു വയ്ക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലോകത്തിൻ്റേതായതൊക്കെ ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രതീകമായും അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്തു ആവട്ടെ, നീ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക്, അവബോധത്തിലേക്ക് വഴി നടക്കാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കും. ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ഞാൻ ആരാണെന്നും ഞാൻ ആരായിരിക്കേണ്ടവനുമാണെന്നും എപ്പോഴും ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടാവണം. ഹല്ലേലൂയ. അവർക്ക് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരാണെന്ന് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വെളിപ്പെട്ട് വരുന്ന ഒരു ചിന്ത ഇതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം ലൂക്കാ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനം. അവിടെയാണ് കർത്താവ് ഈ സക്കൈ, നിങ്ങളുടെ ബൈബിളിൽ സക്കൈ, എൻ്റെ ബൈബിളിൽ സക്കേവൂസ്, അയാളെ കണ്ടുപിടിക്കുന്നത്. കർത്താവ് വരണ വഴിയിൽ ആ മനുഷ്യൻ മരത്തുമ്മ കയറി കർത്താവിനെ കാത്തിരുന്നു. കർത്താവിനെ കാണാൻ വേണ്ടി അയാൾ മരത്തുമ്മ കയറി. അയാൾ മരത്തുമ്മ കയറിയപ്പോൾ കർത്താവ് അയാളുടെ വീട്ടിൽ കയറി. അടിപൊളി ഭക്ഷണത്തിൻ്റെയൊക്കെ അവസാനം സക്കേവൂസ് എഴുന്നേറ്റ് അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ പാട്ടുപാടി, സങ്കീർത്തനം പാടി. സക്കേവൂസ് പറഞ്ഞ്, എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക്, വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടി. കർത്താവ് പറഞ്ഞ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഞാൻ വായിക്കുന്ന പുസ്തകത്തിൽ ബൈബിളിൽ അതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങൾ വായിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ വചനമാണ്. ഈ വചനം സത്യവേദ പുസ്തകത്തിൽ എനിക്കിഷ്ടമാണ്. ഞാനതെല്ലായിടത്തും പറയാറുണ്ട്. അതിങ്ങനെയാണ്: ഇവനും അബ്രാഹത്തിൻ്റെ പുത്രൻ ആകയാൽ. അങ്ങനെയല്ലേ? യെസ്. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രൻ ആകെ കൊണ്ട് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈശോ പറഞ്ഞത്. എൻ്റെ ബൈബിളിൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ ഇവനും അബ്രാഹത്തിൻ്റെ പുത്രൻ ആകയാൽ ഈ ഭവനത്തിന്, ഈ കുടുംബത്തിന് രക്ഷ കിട്ടാനുള്ള കാരണം അബ്രാഹത്തിൻ്റെ പുത്രനായ സക്കേവൂസ് ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ചോദ്യം ഇതാണ്, കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സക്കേവൂസിൻ്റെ അപ്പൻ്റെ പേര് അബ്രാഹം എന്നൊന്നുമല്ല. എന്താണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? അബ്രാഹത്തിൻ്റെ മോനാണ് സക്കേവൂസ്. ഉത്തരം തപ്പിപ്പോയപ്പോൾ അച്ഛൻ്റെ കണ്ണുടക്കിയത് ഉൽപ്പത്തി പുസ്തകം 12:1. ഇന്നലെ നമ്മൾ സാന്ദർഭികമായി അത് വായിക്കുകയുണ്ടായി. 12:1. ദൈവമായ കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും സ്വന്തക്കാരെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും.
അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഹല്ലേലൂയ. കർത്താവ് അബ്രാഹത്തിനോട് പറയുക, നീ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അടുത്ത വചനം, അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും. സോ ദാറ്റ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഈ തടിച്ച വേദപുസ്തകത്തിൽ അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള വചനം ഏതാന്ന് ചോദിച്ചാൽ ഏത് ഉറക്കപ്പിച്ചിലും ഞാൻ പറയണ വചനമാണ് ഉൽപ്പത്തി 12:2. സോ ദാറ്റ് യു വിൽ ബി എ ബ്ലെസ്സിങ്. നീയൊരു അനുഗ്രഹമായിരിക്കും. അടുത്ത വചനം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ വെച്ചേക്കില്ല, ഞാനും ശപിക്കും. നിന്നിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ആരാണെന്നുള്ള അവബോധം, ആരായിരിക്കേണ്ടവനാണെന്നുള്ള അവബോധം, അതിലേക്കാണ് ഈ വചനം അച്ഛനെ നയിക്കുന്നത്. ഞാൻ ആരാണ്, ഞാൻ ആരായിരിക്കേണ്ടവനാണ്. സക്കേവൂസിൻ്റെ മാനസാന്തരം കണ്ട് അവനെ പ്രതി കർത്താവ് അവൻ്റെ കുടുംബത്തോട് പറഞ്ഞ വചനം, ഇവൻ അബ്രാഹത്തിൻ്റെ മോനാണ്. അർത്ഥത്രയുള്ളൂ, ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണിവൻ, ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണിവൻ. ഇവൻ്റെ തലയ്ക്ക് പുറത്താണ് ഈ കുടുംബത്തിനുള്ള രക്ഷ ഞാൻ പൊത്തിവെച്ചിരിക്കുന്നത്. ഇവൻ മാനസാന്തരപ്പെട്ടപ്പോൾ, ഇവൻ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ, ഇവനിലൂടെ ഈ കുടുംബത്തിലേക്ക് കടന്നു വരേണ്ട നന്മ, രക്ഷ, അനുഗ്രഹങ്ങൾ ദാ കടന്നു വരികയാണ്. അതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. സക്കേവൂസിനെ പോലെ നമ്മുടെ ജീവിതത്തിനും ദൈവം കുറിക്കുന്ന അടിക്കുറിപ്പ് അത് തന്നെയാണ്. യു ആർ എ ബ്ലെസ്സിങ്. നീയൊരു അനുഗ്രഹമാണ്, നീയൊരു അനുഗ്രഹമാണ്. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയണത് പോലെയല്ല, മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കുന്നത് പോലെയല്ല, നീ പോലും നിന്റെ ജീവിതത്തെ വിലയിരുത്തുന്നത് പോലെയല്ല ദൈവം നിന്റെ ജീവിതത്തെ വിലയിരുത്തുന്നത്. നമ്മളെക്കുറിച്ച് പലരും പലതും പറയും, ആർക്കെന്തും പറയാല്ല. മുഖത്തു നോക്കി ചീത്ത പറയണവരുണ്ട്. പ്രായമായ കാർന്നോമാരോടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, പോയി ചത്തൂടെ. നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. നമുക്ക് പഠിക്കാൻ കഴിവില്ല, പാട്ടുപാടാൻ വൈഭവമില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല, നമുക്ക് വലിപ്പമില്ല, ശരീരത്തിന് സൗന്ദര്യമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും അപകർഷതാബോധത്തിന് അടിമപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ തള്ളിപ്പറയും, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ നമ്മളെ വെറുക്കും. പക്ഷേ കർത്താവിൻ്റെ വചനം നമ്മോട് പറയും, യു ആർ എ ബ്ലെസ്സിങ്. നീയൊരു അനുഗ്രഹമാണ്, നീയൊരു അനുഗ്രഹമാണ്. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും, മറ്റുള്ളവർ നിന്റെ ജീവിതത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും, നിന്റെ ജീവിതത്തിനുള്ള നല്ല ദൈവത്തിൻ്റെ അടിക്കുറിപ്പ് അതാണ്. യു ആർ എ ബ്ലെസ്സിങ്. യു വിൽ എക്സ്പീരിയൻസ് ഇറ്റ് ഇഫ് യു വെയിറ്റ് ഫോർ ഇറ്റ്. നിശ്ചയമായിട്ടും ദൈവം അത് പ്രൂവ് ചെയ്യും, നിശ്ചയമായിട്ടും ദൈവം പ്രൂവ് ചെയ്യും. ജസ്സയുടെ മക്കളെ തെരഞ്ഞു പിടിക്കാൻ ഏലിയാവ് പോയല്ല, എല്ലാത്തിൻ്റെയും തലയിൽ കൈവച്ച് ഓരോ നേറ്റങ്ങളും മക്കൾ വന്നപ്പോഴും പ്രവാചകന് തോന്നി, ഇതാണ് ദൈവത്തിൻ്റെ, ഇതാണ് ദൈവത്തിൻ്റെ, ഇതാണ് ദൈവത്തിൻ്റെ. കർത്താവ് പറഞ്ഞ്, നീ കാണണ പോലെ അല്ല ഞാൻ കാണണത്, നീ കാണണത് പോലെ അല്ല ഞാൻ കാണണത്. 6 തലയിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ജസ്സ പറഞ്ഞ്, വരൂ കൈ കഴുകു, ഭക്ഷണം കഴിക്കാം. പ്രവാചകൻ ചോദിച്ച്, എല്ലാത്തിൻ്റെയും തലയിൽ കൈവച്ചാ? ഉവാ. എല്ലാത്തിൻ്റെയും വെച്ചാ? ഇല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. അതെവിടെയാ? അതിന് സ്റ്റാൻഡേർഡ് കുറവാണ്, അത് പാടത്തെടുക്കണം, ആട് മേയിച്ചുകൊണ്ടിരിക്കണം. പ്രവാചകൻ പറഞ്ഞ്, അതിനെ വിളിക്കി. ജസ്സയുടെ ഭൃത്യന്മാർ 4 പാടും ചെതറിയോടി. അവസാനം പാടത്ത് ചെളിയിൽ കിടക്കണവനെ പൊക്കിക്കൊണ്ടുവന്ന് അവനെ കൊണ്ട് മുമ്പിൽ നിർത്തിയപ്പോൾ പ്രവാചകന്റെ ചങ്കി പറഞ്ഞ്,
ഇവനാണ് എനിക്കുള്ളവൻ, ഇവനാണ് എനിക്കുള്ളവൻ. ധൈര്യമായിട്ട് കമത്തിക്കോ. അഭിഷേക തൈലത്തിൻ്റെ പാത്രം, ഇസ്രായേലിൻ്റെ രാജാവ് ദാവീദ്. സത്യവേദ പുസ്തകത്തിൽ എത്ര എത്ര മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടണത്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും നിസ്സാരങ്ങളായവയെ, അവഗണിക്കപ്പെട്ടവയെ, ഇല്ലായ്മയെ തന്നെ. സക്കേവൂസ് അവൻ്റെ കുടുംബത്തിന് വെറുക്കപ്പെട്ടവനായിരുന്നു, അവൻ്റെ സമൂഹത്തിന് വെറുക്കപ്പെട്ടവനായിരുന്നു, അവൻ്റെ പുരോഹിതരുടെ മനസ്സിൽ വെറുക്കപ്പെട്ടവനായിരുന്നു. അവൻ ഒരിക്കലും സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നില്ല. അവൻ പാപിയെന്ന്, പരസ്യ പാപിയെന്ന് മുദ്രകുത്തപ്പെട്ടവനാ. അവന് സ്വർഗം നിഷിദ്ധമാണ്, അവൻ കുടുംബത്തിന് ശാപമാണെന്നാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പ് കണ്ടിട്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഇന്ന് ഈ ഭവനം രക്ഷപ്പെടാൻ കാരണം ഇവനാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ എത്ര നിസ്സാരമായി കണക്കാക്കിയാലും നിന്റെ ജീവിതത്തിനുള്ള ദൈവത്തിൻ്റെ അടിക്കുറിപ്പ്, ദൈവത്തിൻ്റെ മനസ്സിലുള്ള നിന്റെ നാമധേയം അനുഗ്രഹമെന്നാണ്. യു ആർ എ ബ്ലെസ്സിങ്, സിംപ്ലി എ ബ്ലെസ്സിങ്. അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമുണ്ട്, നിന്നിലൂടെ കൃപ കണ്ടെത്തപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ട്. ഉറപ്പായിട്ടും ഞാനിന്നിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള കാരണം അതാണ്, വേറെ ഒന്നുമല്ല. ഇത്ര ദൂരെയൊക്കെ സഞ്ചരിച്ച് വചനം പറയാൻ വരാമെന്ന് പറഞ്ഞ്, അതും ഇത്രയും വലിയൊരു ഇടവകയെന്നൊക്കെ വരും, വലിയ പാടാ. എന്നാലും കർത്താവ് ഇങ്ങനെ നിർബന്ധിക്കും, നീ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറ. ആർക്കെങ്കിലും നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, ആർക്കെങ്കിലും നിൻ്റെ വചനം കേൾക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾ വീണ്ടെടുക്കപ്പെട്ടാലും നിൻ്റെ യാത്ര സഫലമാണ്, അതുകൊണ്ട് നീ പോണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെയാണ്. നീ പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നീ വിശുദ്ധ ജീവിതം നയിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നീ നിന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നീ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കണത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമുണ്ട്, നിന്നിലൂടെ കൃപ കണ്ടെത്തപ്പെടുന്ന ഒരു കുടുംബമുണ്ട്, നിന്നിലൂടെ വീണ്ടെടുക്കപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ട്. അത് നീ ഓർക്കണം. സുവിശേഷത്തിൽ കാനാൻകാരി പെണ്ണ് ഒരനുഗ്രഹമാണ്. അവൾ കർത്താവിൻ്റെ പിന്നാലെ നടന്ന് നിലവിളിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ മോങ്ങിക്കൊണ്ട് നടന്നെന്നാണ് ബൈബിള് പറയണത്. വൈകുന്നേരമായപ്പോൾ ശമയോൻ പത്രോസിന് ചൂടായി. പത്രോസ് പറഞ്ഞ്, ഇവള് രാവിലെ മുതൽ നടക്കണതാണല്ല, എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടൂടെ, ഇതെന്തിനിങ്ങനെ പിന്നാലെ നടത്തണത്? കർത്താവിൻ്റെ അടുത്ത് പത്രോസ് ചൂടായി. കർത്താവ് പത്രോസിൻ്റെ അടുത്ത് ചൂടായി. കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ കാര്യം നോക്ക്, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളെ തേടിയ, മക്കൾക്കുള്ളത് ഞാൻ പട്ടിക്ക് കൊടുക്കില്ല. പെണ്ണല്ലേ വർഗം, അവളാരാ മോള്? അവള് വട്ടം കയറി പറഞ്ഞ്, കർത്താവേ മക്കൾക്കുള്ളത് വേണ്ടിട്ടാ, പട്ടിക്കുള്ളത് തരാല, നീ മേശപ്പുറത്തുനിന്ന് താഴോട്ടിട്, ഞാൻ നക്കിക്കോളാം. കർത്താവ് പറഞ്ഞ്, നിന്റെ വിശ്വാസം വലുതാ, നീ പൊയ്ക്കോ, നീ ആഗ്രഹിച്ചതുപോലെ. ആ കാനാൻകാരി പെണ്ണ് അവളുടെ കൊച്ചു മകളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അവളുടെ കണ്ണീരാണ് ആ കുഞ്ഞിൻ്റെ ജീവിതം രക്ഷിച്ചത്. ശതാധിപൻ നമുക്കറിയാല, അയാൾ കർത്താവിന് ആളെ വിട്ട്, വെരി സീരിയസ്, ഭൃത്യൻ, ഒന്ന് വേഗം വരണം. കർത്താവ് ചെന്ന് അയാൾ വഴിയിൽ വട്ടം നിന്ന്, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള ഒരു സ്റ്റാൻഡേർഡ് എനിക്കില്ല, ദേ ഇവിടെ നിന്നോണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഈശോ എന്താ പറഞ്ഞേ? ഇതുപോലെ ഒരുത്തനെ ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല, നീ പൊയ്ക്കോ, നീ ആഗ്രഹിച്ചതുപോലെ. അയാളുടെ ഭൃത്യൻ സുഖപ്പെട്ടു. ആ ശതാധിപൻ, ആ ഉദ്യോഗസ്ഥൻ, അയാളുടെ കീഴ് ജീവനക്കാരൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി വെച്ച് നോക്കണം. പിശാച് ബാധിച്ചവൻ്റെ അപ്പൻ, ആ കൊച്ചൻ്റെ അപ്പൻ കർത്താവിൻ്റെ മുമ്പിൽ അലറി നിലവിളിക്കുന്നുണ്ട്. എന്നാ കരച്ചിൽ അയാൾ നടത്തുന്നത്? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അയാൾ പറയും, നിൻ്റെ 12 ശ്ലീഹന്മാരോട് ഞാൻ പറഞ്ഞ് എൻ്റെ കൊച്ചിനെ ഒന്ന് സുഖപ്പെടുത്താൻ, അവന്മാർക്ക് പറ്റിയില്ലട്ടാ.
എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കരുണ തോന്നണം. അതിനെ പിശാച് ചെറുപ്പം മുതൽ പിടികൂടിയിട്ടുണ്ട്. വെള്ളത്തിലും തീയിലും തള്ളിയിടണം, നൊരയും പതയും വരണം, എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്തണം. നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കും. കർത്താവ് ചൂടായി, കഴിയുമെങ്കിലെന്നാ. നിനക്ക് വിശ്വാസമുണ്ടോ? കർത്താവ് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ വിശ്വാസക്കുറവ് പരിഹരിച്ച് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം. ആ ശതാധിപൻ അയാളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹമാണ്. ക്ലാസിക്കൽ ടെക്സ്റ്റ് മർക്കോസ് 2. 4 പേര് കൂടി ഒരു തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്നു. അവർ പെര പൊളിച്ച്, വീടിൻ്റെ ഉത്തരം പൊളിച്ച് ഈ തളർവാദ രോഗിയെ കിടക്കപ്പാട് താഴോട്ടിറക്കി. മർക്കോസ് എഴുതുന്ന മനോഹരമായ വചനം, അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു. അവരുടെ വിശ്വാസം കണ്ട് ഈ തളർവാദ രോഗിയോട് കർത്താവ് ഒരു വാക്ക് പോലും ചോദിച്ചില്ലെന്നുള്ളതാണ്. ചുമ്മാ ചോദിക്കാല. തമ്പുരാൻ എത്ര പേരോട് എന്തൊക്കെ ചോദിച്ചേക്കണ്, ഒരു വാക്ക് പോലും ചോദിച്ചില്ല. വെറുതെ ചോദിക്കുക, നിന്റെ പേരെന്തെന്നാ, നിന്റെ പേരെന്തെന്നാ, നീ എത്ര നാളായി കിടപ്പ് തുടങ്ങിയിട്ട്, നിനക്ക് വിശ്വാസമുണ്ടോ, സുഖപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ, ഏതൊക്കെ ഡോക്ടർമാരെ കണ്ട്, എന്തൊക്കെ ചോദിക്കാൻ തമ്പുരാൻ. ഒരു ചോദ്യമില്ലട്ടാ. അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞ്, നീ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് കുടുംബത്ത് പോ. ആ 4 കൂട്ടുകാർ ആ തളർവാദ രോഗിയുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നീ നിൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ട, നിന്നിലൂടെ വീണ്ടെടുക്കപ്പെടേണ്ട, വിശുദ്ധീകരിക്കപ്പെടേണ്ട കുറേ ജീവിതങ്ങളെ ദൈവം നിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി നീ മാനസാന്തരപ്പെടണം. അവർക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തെ നീ കുറേ കൂടി സുന്ദരമാക്കണം. അവർക്ക് വേണ്ടി ഒരനുഗ്രഹമായി നീ പുനർജനിക്കണം. അതാണ് കർത്താവിൻ്റെ സുവിശേഷം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. യു ആർ എ ബ്ലെസ്സിങ്. യു ആർ എ ബ്ലെസ്സിങ്. തിരിച്ചറിവോടെ ജീവിക്കണം, അവബോധത്തിൽ കഴിയണം. ഏതോ ഒരു സഭയിൽ പെട്ട ഒരു അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കണം. ജാക്കബിറ്റ് അച്ഛനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പള്ളിയകത്തുണ്ടായിരുന്നു. കറുത്തുടുപ്പിട്ട അച്ഛന്മാരിങ്ങനെ വട്ടം കൂടി നിന്ന് മരിച്ചു കിടക്കുന്ന അച്ഛൻ്റെ ചുറ്റും നിന്ന് അലറി പ്രാർത്ഥിക്കുകയാണ്, ഗംഭീര പാട്ടുപാടുകയാണ്. ഞാൻ ഈ വെള്ളം ഉടുപ്പിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇടയ്ക്ക് ഈ അച്ഛന്മാരൊരു പാട്ടുപാടി. ആ പാട്ടുപാടി കേട്ടപ്പോഴേക്കും ഞാൻ ഇറങ്ങിപ്പോയി. കാരണം ആ പാട്ട് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് കൊണ്ട്. പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു: ദൈവമേ, ഞാൻ കാരണമാണോ നീ പറുദീസാക്കി വേലി കെട്ടിയത്? മരിച്ചു കിടക്കണ അച്ഛൻ കർത്താവിനോട് ചോദിക്കുന്നത് പോലെ കമ്പോസ് ചെയ്തേക്കണ ഒരു പാട്ടാണ്. ദൈവമേ, ഞാൻ കാരണമാണോ നീ പറുദീസാക്കി വേലി കെട്ടിയത്? അർത്ഥം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഉൽപ്പത്തി പുസ്തകമാണ് അടിസ്ഥാനം. ആദവും ഹവയും പാപം ചെയ്ത് കർത്താവ് 2 എണ്ണത്തിനെയും ചവിട്ടിക്കൂട്ടി പുറത്താക്കി. എന്നിട്ട് എന്താ ചെയ്തേ? പറുദീസാക്കി ചുറ്റും വേലി കെട്ടി. പറുദീസാക്കി ചുറ്റും വേലി കെട്ടി ദൈവം വലിയൊരു ഗേറ്റ് വെച്ച് 2 കെരൂബുകളെ കാവൽ നിർത്തി. അവരുടെ കയ്യിൽ 4 ദിക്കിലേക്കും ചുറ്റി അടിക്കണ അഗ്നി തുപ്പണ ഗഡ്ഗം വാള് കൊടുത്ത്. ഒരു ത്രില്ലിന് കാലത്ത് ഇറങ്ങിപ്പോയതാണ് ആദം. ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞപ്പോൾ 2 എണ്ണം അന്നാ നീയും മടി എന്ന് പറഞ്ഞു പോയി. വൈകുന്നേരം ആയപ്പോൾ കോഴി കൂട്ടിക്കയറാൻ വരണ പോലെ 2 എണ്ണം വന്നേക്കാണ്. എല്ലായിടത്തും കറങ്ങി അടിച്ച് നടന്നേ, വയറിന് വിശപ്പ വന്ന് രണ്ടും. അപ്പോഴാണ് ഈ കാഴ്ച. എന്താണ് കാഴ്ച? വേലി കെട്ടിയേക്കാണ്. മാലാഖമാര് സെറ്റപ്പായിട്ട് നിൽക്കാണ് വാളും പിടിച്ച്. ഗേറ്റിൻ്റെ മുമ്പിലുള്ള തേക്കിൻ്റെ കടയ്ക്ക് മറിഞ്ഞു നിന്ന് ആദം മോങ്ങാണ്, കരച്ചില്. ചോദ്യതാണ്, ദൈവമേ, ഞാൻ കാരണമാണോ നീ പറുദീസാക്കി വേലി കെട്ടിയത്? ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങണയ്ക്ക് മുമ്പ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്.
എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്, ദൈവമേ, ഞാൻ കാരണം നീ എൻ്റെ കുടുംബത്തിന് വേലി കെട്ടിയിട്ടുണ്ടാ, ഞാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടാ, എൻ്റെ തെറ്റുകുറ്റങ്ങളും എൻ്റെ ഇടർച്ചകളും എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടാ, എൻ്റെ മക്കളിലേക്ക് പെയ്തിറങ്ങേണ്ട ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ അലസത കൊണ്ടും അഹങ്കാരം കൊണ്ടും അശ്രദ്ധ കൊണ്ടും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാ. അനുഗ്രഹമാകേണ്ടതിന് പകരം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ശാപമായി തീരുന്നുണ്ടാ. ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന കപ്പലാണ് താർഷിഷിലേക്കുള്ളത്. യോന എന്ന് പറയണ ഒരുത്തൻ അതിൻ്റെ ഉള്ളിൽ കയറി. അതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന കപ്പൽ ഈ ദുഷ്ടൻ കയറി അന്ന് കാറ്റ് പിടിച്ച് അവനെ പുറത്തേക്ക് ഇട്ടപ്പോൾ കാറ്റും ശമിച്ച്. ആലോചിക്കണത് നല്ലതാണ്. നമ്മൾ അനുഗ്രഹമാകേണ്ടതിന് പകരം ശാപമായി മാറുന്നുണ്ടാവും. ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ഞാൻ കൽപ്പിക്കേണ്ട വില, ഞാൻ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുന്നത് മൂലം എൻ്റെ കുടുംബത്തിലേക്ക് അസ്വസ്ഥതകൾ കടന്നു വരുന്നുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ ഞാൻ എത്രമാത്രം ശ്രദ്ധയുള്ളവനും ഉള്ളവളുമാണ്. പ്രിയപ്പെട്ടവരെ, ആത്മശോധന ചെയ്തു നോക്കണം, ജീവിതത്തെ വിലയിരുത്തണം. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ഇന്ന് നമ്മളോട് പറഞ്ഞത് ഇതാണ്: അവബോധമാണ് ജീവിതത്തിൻ്റെ ആധാരം. കോൺഷ്യസ്നെസ്. ആരായിരിക്കേണ്ടവനും ആയിരിക്കേണ്ടവളുമാണെന്ന ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. ഒരുവൻ്റെ ജീവിതത്തെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും ഇടർച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നതും ജീവിതത്തിൻ്റെ വഴുവഴുത്ത വഴികളിൽ ഇടറാതെ സൂക്ഷിക്കുന്നതും ഈ അവബോധമെന്ന ഊന്നുവടിയാണ്. അതുകൊണ്ട് ആരാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാൻ ശ്രമിക്കണം, അവബോധത്തിൽ കഴിയാൻ നോക്കണം. എൻ്റെ ദൈവം എന്നെ ഒരനുഗ്രഹമായിട്ടാണ് ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഞാനൊരു അനുഗ്രഹമാണ്. ആരൊക്കെ എന്തൊക്കെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാലും, ആരൊക്കെ എൻ്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ ഒരിക്കലും ശാപമാകാൻ പാടില്ല, ഞാൻ ഒരിക്കലും ഇടറാൻ പാടില്ല. എൻ്റെ പാപങ്ങളും എൻ്റെ തെറ്റുകളും എന്നെ മാത്രം ബാധിക്കുന്ന സംഗതികളല്ല. അങ്ങനെയൊക്കെ പറയണ ധ്യാനഗുരുക്കന്മാരുണ്ട്, വചനപ്രഘോഷകരുണ്ട്. ഞാൻ ഒരാളോടും എതിരല്ല. അങ്ങനെയും ഇങ്ങനെയും ഒക്കെ പറയാം, നോ പ്രോബ്ലം. ദൈവം അനന്ത കാരുണ്യവാനാണ്. നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മേൽ അവൻ ചാർത്തില്ല എന്ന് പറയുമ്പോഴും വചനത്തിൽ നമ്മൾ പഠിക്കും, വായിക്കും, തലമുറകളെ ശിക്ഷിക്കുന്നൊരു കർത്താവുണ്ട്. ബലിപീഠത്തിൽ വെച്ച് വധിക്കപ്പെട്ടവരുടെ രക്തത്തിന് തലമുറകളോട് കണക്ക് ചോദിക്കുന്നൊരു കർത്താവുണ്ട്. പീലാത്തോസാണ് കൈ കഴുകിയത്, പക്ഷെ ഉറക്കം പോയത് അങ്ങേരുടെ കെട്ടിയോൾക്കാണ്. കൈ കഴുകിയത് പീലാത്തോസാ, പക്ഷെ ഉറക്കം പോയത് ഭാര്യയ്ക്ക. അതുകൊണ്ട് നീ ഒരു അനുഗ്രഹമാണെന്ന തിരിച്ചറിവിൽ ജീവിക്കണം. നിന്റെ നന്മ നിന്റെ മാത്രം കാര്യമല്ല, നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമുണ്ട്. അനുഗ്രഹം ഒരിക്കലും ശാപമാകാൻ പാടില്ല. കണ്ണുകൾ അടയ്ക്കാം നമുക്ക്. ഇഷ്ടമുള്ള കർത്താവിൻ്റെ രൂപം മനസ്സിൽ ധ്യാനിക്കാം. പ്രാർത്ഥനയുടെ സൗകര്യത്തിനായി കണ്ണുകളടച്ച് കർത്താവിൻ്റെ മുമ്പിൽ ധ്യാനിക്കാം. കർത്താവേ, എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും നിനക്കറിയാം. എൻ്റെ കുറ്റങ്ങളും എൻ്റെ ഇടർച്ചകളും നിൻ്റെ മുമ്പിലുണ്ട്. അതോടൊപ്പം എൻ്റെ നന്മകളും
നിന്നോടുള്ള എൻ്റെ പ്രണയവും. കർത്താവേ, എൻ്റെ ബലഹീനതകളും പോരായ്മകളും അറിഞ്ഞുകൊണ്ട് തന്നെ സുന്ദരമായ ഒരു ജീവിതം നീ എനിക്ക് തന്നതിന്, എൻ്റെ ജീവിതത്തോട് അനേകരെ നീ ചേർത്ത് വെച്ചതിന് നിനക്ക് നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് മാത്രമായി തരുമ്പോൾ നിൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ടായിരുന്നു എന്നെനിക്കറിയാം. അത് മറ്റൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരനുഗ്രഹമായി ഞാൻ മാറും എന്നൊരു സ്വപ്നം. എൻ്റെ കഴിവുകളും എൻ്റെ കഴിവുകേടുകളും, എൻ്റെ നന്മകളും എൻ്റെ തിന്മകളും, എൻ്റെ വളർച്ചകളും എൻ്റെ ഇടർച്ചകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നീ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചത്. കർത്താവേ, നീ തന്നവർക്ക് വേണ്ടി കുറേ കൂടി വിശുദ്ധമായ ജാഗ്രതയുള്ള ഒരു ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കണേ. എൻ്റെ ജീവിതം എത്രയോ ഹ്രസ്വമാണെന്നും സത്യവേദ പുസ്തകം നീ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്നും ഈ ലോക ജീവിതത്തിന് ശേഷം നിൻ്റെ തിരുമുമ്പിൽ കണക്ക് ബോധിപ്പിക്കാനായി ഞാൻ അണയുമ്പോൾ അഭിമാനത്തോടെ ആർജവത്വത്തോടെ നിൻ്റെ മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കാൻ എനിക്ക് സാധിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ സഹായിക്കണേ കർത്താവേ. എൻ്റെ കുറ്റങ്ങളും എൻ്റെ കുറവുകളും എൻ്റെ ബലഹീനതകളും എൻ്റെ പോരായ്മകളും എൻ്റെ കുടുംബത്തിനും നീ തന്ന പ്രിയപ്പെട്ടവർക്കും വേണ്ടി അതിജീവിക്കാനുള്ള ആത്മബലം നീ എനിക്ക് സമ്മാനിക്കണേ. എല്ലാം അറിഞ്ഞ് എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കർത്താവേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു. നീയാണ് എൻ്റെ ബലമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നൽകി, ആത്മീയ ബലം നൽകി നീ എന്നെ ശക്തിപ്പെടുത്തണേ, വഴി നടത്തണേ. പിതാവേ, പരിശുദ്ധനായ നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദയോടെ കേട്ട് ഉത്തരമരുളണമേ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ, നിനക്ക് സ്തോത്രം. ആമേൻ. ആശീർവാദം. യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദിവ്യമായ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും സഹവാസവും നമ്മുടെ എല്ലാവരോടും എല്ലായ്പ്പോഴും നാം കേട്ടതായ ദൈവവചന സത്യങ്ങളോടും വചനം വിളമ്പിത്തുന്ന ഈ കർത്തൃഭൃത്യനോടും ജീവിതത്തിൻ്റെ സമസ്ത സാഹചര്യങ്ങളോടും നിറവായി നിരന്തരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.